യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വ്യൂസ് കൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ അനലിറ്റിക്സ് ഓരോ വീഡിയോസിന്റെയും അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. പലർക്കും അറിയാതിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ 3 രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് യൂട്യൂബിലൂടെ തന്നെ. അപ്പോൾ യൂട്യൂബിലൂടെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്കതിൽ ചെയ്യാൻ പറ്റും. തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സോങ് ആഡ് ചെയ്യാൻ പറ്റും. സോങ് പലരും എന്താ പറയാ റീമിക്സ് ചെയ്യാറുണ്ടല്ലേ. ഏതെങ്കിലും നമ്മൾ ഷോർട്സ് കാണുമ്പോൾ നമുക്ക് സോങ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ അത് നമ്മൾ റീമിക്സ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ എന്താ പറയാ ഷോർട്സിൽ ആഡ് ചെയ്യാറുണ്ടല്ലേ. ചിലപ്പോൾ നമുക്കത് കോപ്പി റൈറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ഷോർട്സിൽ എന്താ പറയാ യൂട്യൂബ് തന്നെ അതിന്റെ കുറെ സോങ്സുകൾ തരുന്നുണ്ട്, മനസ്സിലായോ? നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആഡ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. അപ്പൊ അതിൽ തന്നെ 2 സോങ്സ് ഉണ്ട്. നമുക്ക് മോണിറ്റൈസ്ഡ് ആയവർക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെങ്കിൽ നമ്മൾ അവര് പറയുന്ന സോങ്ങുകൾ മാത്രമേ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഓൾ സോങ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഷോപ്പിംഗ് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതും പലവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നിയ എന്താ പറയാ മ്യൂസിക് കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റണമെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് വേണം മോണിറ്റൈസ്ഡ് ആയവർക്ക് എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ 5,000, 6,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും മോണിറ്റൈസ്ഡ് ആയവർക്ക് കേട്ടോ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തമ്പനിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഷോർട്സ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ കേട്ടോ. നമുക്ക് നമ്മൾ കാണുന്ന വ്യൂസ് അല്ല ശരിക്കത്തെ വ്യൂസ് എന്ന് പറയുന്നത്. ഷോർട്സിൽ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞൊരു വ്യൂസ് ഉണ്ട്. നമുക്ക് അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. പലരും ഇപ്പോ ഫ്രണ്ടിൽ കാണുന്ന വ്യൂസിനെ തെറ്റിദ്ധരിച്ച് ഇരിക്കുന്നുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് 2,000 വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 300, 200 ഒക്കെ ആയിരിക്കും. അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും കേട്ടോ. ഞാനും ആദ്യമൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂസ് ആണ് കറക്റ്റ് വ്യൂസ് എന്ന് പറഞ്ഞിട്ടിരുന്നു. പിന്നീടാണ് എനിക്ക് കുറെ ആയപ്പോഴാണ് മനസ്സിലായത് എൻഗേജ്ഡ് വ്യൂസ് നോക്കിയിട്ടാണ് യൂട്യൂബ് നമുക്ക് മോണിറ്റൈസ്ഡ് ആയവർക്ക് ക്യാഷ് തരുന്നതും അതേപോലെ തന്നെ മോണിറ്റൈസ്ഡ് ആകാത്തവർക്ക് വ്യൂസ് കൗണ്ട് കണക്കാക്കുന്നത് കേട്ടോ. അതാണ് പലരും എന്താണ് എന്റെ വ്യൂസ് ഒക്കെ കമ്മിയാകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വ്യൂസ് കൗണ്ട് മനസ്സിലാക്കണമെങ്കിൽ അനലിറ്റിക്സ് ഓരോ വീഡിയോസിന്റെയും അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള വ്യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയാനുള്ള കാരണം ചിലരൊന്നും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഷോർട്സ് ഇതൊക്കെ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെന്ന് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും അതേപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. പുതിയതെന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷം ആകാനായി. പലർക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹൈപ്പ് 500 മുതൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് കിട്ടുക കേട്ടോ. മോണിറ്റൈസ്ഡ് ആയവർക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടും ഹൈപ്പ്. 7 ദിവസം വരെ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് നിലനിൽക്കത്തുള്ളൂ. ഒരാൾക്ക് 3 ഹൈപ്പ് വരെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അപ്പൊ എനിക്കൊരു വീഡിയോക്ക് ഹൈപ്പില് ടോപ്പിലെത്താനും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തന്നെ 100 ഹൈപ്പിലെത്താനും പറ്റിയിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോകും കേട്ടോ. പലർക്കും നമുക്ക് കമന്റ് സെക്ഷനിൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലെ. എനിക്കത് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, ചിലവർക്കൊന്നും ലഭിച്ചിട്ടില്ല, വലിയ വലിയ യൂട്യൂബേഴ്സിന് പോലും ചിലർക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 30 സെക്കൻഡ് വരെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. റിപ്ലൈ ആയിട്ടാണെങ്കിലും കമന്റ് ആയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ 30 സെക്കൻഡേ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ പറ്റത്തില്ല. അപ്പൊ വോയിസ് ഓവർ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. മോണിറ്റൈസ്ഡ് ആയവർക്കായിരിക്കും ചിലപ്പോൾ ആദ്യം കിട്ടും. അപ്പോ ഇതാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് നമ്മുടെ ടോപ്പിക്ക് കാണാം. ഓക്കെ, ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ യു എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വരും. എന്നിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്, വീഡിയോ ഒക്കെ കാണും. അപ്പോൾ ഞാൻ ഷോർട്സ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 10 സെക്കൻഡ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മഷ്റൂമിൻ്റെയാണ്. അപ്പോൾ അത് പ്രോസസ്സിംഗ് ആയി വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് പ്രോസസ്സിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ സൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ
സോങ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോന്നായിട്ട് അറിയാൻ പറ്റത്തില്ലേ, ഫിൽറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കാം. വോളിയം, നമ്മുടെ വോളിയം വേണമെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് വോയിസ് ഓവർ വേണമെങ്കിൽ വീണ്ടും കൊടുക്കാം കേട്ടോ. നമ്മൾ മുമ്പ് ഇതിൽ എടുക്കുമ്പോഴുള്ള വോയിസ് അതാണ് കാണിക്കുന്നത്, അത് കുറച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ വീണ്ടും വോയിസ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന് കളറൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആഡ് സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓൾ സൗണ്ട്സ് എന്ന് കാണും, കണ്ടില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ മോണിറ്റൈസ്ഡ് ആയവരാണെങ്കിൽ ഓൾ സൗണ്ട് കൊടുത്താൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓൾ സൗണ്ടിൻ്റെ സൈഡായിട്ടൊരു ആരോ ചിഹ്നങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോപ്പിംഗ് സൗണ്ട്സ് എന്ന് കാണും, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോങ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലതൊന്നും നമുക്ക് സോങ് സെലക്ട് ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലുള്ള സോങ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സോങ്ങും അല്ലെങ്കിൽ പഴയ സോങ്ങൊക്കെ ഇതിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം, കണ്ടില്ലേ? അതാണ് നമുക്ക് ചില സോങ്ങുകൾ കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ സെലക്ട് ചെയ്യുക, ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആയി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാണിച്ചു തന്നാണ്. ഇനി നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടോ നമ്മുടെ ഷോർട്സിൻ്റെ സൈഡായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓരോ എന്താ പറയുക ക്ലിപ്സും കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്ലിപ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ക്ലിപ്സ് നല്ലത് നോക്കി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഷോർട്സ് മറ്റുള്ളവർക്ക് അട്രാക്റ്റീവായി തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഏകദേശം എല്ലാം ഒരുപോലെയാണ്, അതുകൊണ്ടാണ്. പിന്നെ ടൈറ്റിലും കാര്യങ്ങളും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് ടൈറ്റിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മഷ്റൂം ആയതുകൊണ്ട് മഷ്റൂം എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാഷ് ഇട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. യൂട്യൂബ് ഷോർട്സ് ഷോർട്ട് സ്പീഡെന്നോ പിന്നെ ട്രെൻഡിങ്ങെന്നോ അങ്ങനെയൊക്കെ കൊടുക്കാം. വൈറലിൽ നിന്നൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. 1-2 എണ്ണമൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് അൺലിസ്റ്റ് ആക്കി വെക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ പബ്ലിക് ആക്കിയിട്ട് ഇടാൻ പാടില്ല, ഇട്ടതും തന്നെ കേട്ടോ. അപ്പോൾ വിസിബിലിറ്റി അൺലിസ്റ്റ് ആക്കി വെക്കുക. പിന്നെ ഓഡിയൻസ് നോ കിഡ്സ് അത് കൊടുക്കുക കേട്ടോ. എസ് എന്ന് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ വ്യൂസ് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ പോകുന്നത്, ടാഗ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ മഷ്റൂമുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ എന്താണോ വീഡിയോയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഷോർട്സിൽ കാണിക്കുന്നത് അതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എന്താ പറയുക മോണിറ്റൈസ്ഡ് ആയവർക്കാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൊടുത്തിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒന്നിൽ കൂടുതൽ അവർ ഒരു ഇതൊന്നുമില്ല കാണിക്കുന്നില്ല. 10-25 നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം. അപ്പോൾ ഞാൻ അതുവരെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമ്മുടെ എന്താ പറയുക ഷോർട്സിന് കാണുന്നത് പോലെ നമുക്കൊരു സൈഡേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷനാണ്, അപ്പോൾ അതിനനുസരിച്ച് അത് കൊടുക്കുക കേട്ടോ. ആഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്താ പറയുക ടൈറ്റിലും കാര്യങ്ങളും കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ കുറച്ച് ഹാഷ് ടാഗും അല്ലാതെ സെർച്ചിങ് കീവേഡ്സൊക്കെ കൊടുക്കുക കേട്ടോ. സെർച്ചിങ് കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മഷ്റൂമുമായി ബന്ധപ്പെട്ടുള്ള സെർച്ചിങ് കീവേഡ്സ് എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താ പറയുക ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ വേറെ റാപ്പിഡ് ടാഗ്സ് ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. യൂട്യൂബിൽ തന്നെ നമ്മൾ ഇപ്പോൾ മഷ്റൂം നടിച്ചു കൊടുത്താൽ പല വിധത്തിൽ സെർച്ചിങ് കീവേഡ്സുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ ഞാൻ ഇന്ത്യ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അത് അവരവരുടെ ഇഷ്ടമാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കാം. അടുത്തത് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മഷ്റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ലോങ് വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്ലോഡ് ഷോർട്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് YT സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ YT സ്റ്റുഡിയോയിൽ നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ആയത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്ലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. സൈഡ് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് കാണും. അപ്പോൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് വീഡിയോ എന്ന് കാണും. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തത് പോരാഞ്ഞിട്ട് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഇവിടെ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഷോ മോർ എന്ന് കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് കാണും. കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ്സ് ഓണാക്കി കൊടുക്കുക. പിന്നെ ലൈക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഓണാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോർട്സ് റീമിക്സിംഗ് ആണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിംഗ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓൾട്ടേർഡ് കണ്ടന്റ് ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ ചൂസ് എ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ് പറയുന്നതെങ്കിൽ ഞാൻ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കും. ഇപ്പോൾ മഷ്റൂമിൻ്റെ ആയതുകൊണ്ട് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ടാഗ്സ് ആണ്. അപ്പോൾ നമുക്ക് മഷ്റൂമുമായി ബന്ധപ്പെട്ടുള്ള കുറേ ടാഗ്സുകൾ ഇവിടെ കൊടുക്കാം. മഷ്റൂം എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡ്യൂ വരും. അതേപോലെ ഹെൽത്തി ഫുഡ് എന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് മഷ്റൂമുമായി ബന്ധപ്പെട്ടുള്ള കുറേ ടാഗ്സുകൾ ഇവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ യൂട്യൂബ് ഷോർട്സ് ട്രെൻഡിങ് അങ്ങനെ പലതും കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്ത ശേഷം ഞാൻ ബാക്കിലോട്ട് വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിസിബിലിറ്റിയിൽ നമ്മളിപ്പോൾ അൺലിസ്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷെഡ്യൂൾ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണ് നമ്മൾ പബ്ലിക് ചെയ്യാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ കൊടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ടൈമൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സേവ് ചെയ്ത് വെക്കുക. ടൈം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ പബ്ലിക് ആക്കേണ്ടത് അപ്പോൾ പബ്ലിക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിട്ടും ഷോർട്സ് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക്